17 വർഷം, അതെ 17 വർഷത്തെ സ്വപ്ന ഇപ്പം ഈ സാക്ഷാത്കരിക്കാൻ പോണത് വേറൊന്നുമല്ല, ഐസ്ബ ബ്രൈഡൽ മേക്ക് ഓവർ. 17 വർഷമായിട്ട് ഞങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം തുടങ്ങുന്നത് ഇവിടുന്ന്. ഒരുപാട് പേരുടെ സന്തോഷത്തിനും സങ്കടങ്ങൾക്കും സാക്ഷിയായ ഇടം. ഒരുപാട് നല്ല ഓർമ്മകളും സങ്കടങ്ങളും എല്ലാം ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ജീവിക്കാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുന്നാണെന്ന് എനിക്ക് ചിന്തിക്കാം. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രസ്ഥാനം ഞങ്ങൾ ഇന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു, അത് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രസ്ഥാനത്തെ ഞങ്ങൾ ഒന്നും കൂടെ അടിപൊളിയായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് പേരുടെ സഹകരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് പോലും അറിയില്ല. കൂടെ നിന്ന് ചതിച്ചവരുണ്ട്, സപ്പോർട്ട് ചെയ്തവരുണ്ട്, കുറ്റപ്പെടുത്തിയവരുണ്ട്, ഒറ്റപ്പെടുത്തിയവരുണ്ട്, കൂടെ നിന്നവരുണ്ട്. അവർക്കെല്ലാം നന്ദി മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. കാരണം അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ഇവിടെ എത്തില്ലായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സ്ഥാപനത്തിന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുതിമോടി പിടിപ്പിക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഇപ്പം നിലവിൽ നമ്മളുണ്ടായിരുന്ന സ്ഥാപനം നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. പേരൊന്നും മാറ്റി വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചെറുതായിട്ട് നമ്മൾ സ്ഥാപനം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. അതെ, ഐസ്ബ ബ്രൈഡൽ മേക്ക് ഓവറിന് പുതിയൊരു ജീവൻ. മറ്റെങ്ങോട്ടുമല്ല, നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ, അതായത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ കേരള ഗ്രാമീണ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മളെ സ്ഥാപനം ഉണ്ടായിരുന്നത്. ആ സ്ഥാപനം നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റെങ്ങോട്ടൊന്നുമല്ല, സെയിം റൂട്ടിൽ ഗോകുലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ആദ്യ ആർച്ചറി ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട്, അതായത് RD ഫിറ്റ്നസ് ജിമ്മിന് നേരെ താഴെയാണ് നമ്മുടെ പുതിയ ഷോറൂം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ് ചിങ്ങത്തിലാണ് നമ്മൾ ഇനാഗ്രേഷനും കാര്യങ്ങളും. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏകദേശമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാവരായിട്ടുണ്ട്. ഇത് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സന്തോഷവാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവരോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, എന്നാലും എല്ലാവരോടും ഒരിക്കലും കൂടി താങ്ക്സ് പറയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഇനി ആവശ്യമാണ്. താങ്ക് യു.